ഈ കാണുന്നത് ഒരു ചെറുതേനീച്ച കോളനിയുടെ എൻട്രൻസ് ആണ്. ആ വാതിൽക്കലിരിക്കുന്ന 3-4 ഈച്ചകൾ ഇവരുടെ കാവൽക്കാരും. ഇതാണ് നമ്മുടെ വീട്ടിലെ ചെറുതേനീച്ച കോളനി. കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഏകദേശം 2 മാസം ആയിട്ടുണ്ടാവും. രാവിലെ തന്നെ ഒരു അലങ്കാര ചെടിയിൽ നിന്ന് പൂമ്പൊടികൾ കളക്ട് ചെയ്യുന്നൊരു ചെറുതേനീച്ചയാണ് ഇപ്പോൾ കാണുന്നത്. ആ ഈച്ചയുടെ പിൻകാലുകളിൽ 2 കാലുകളിലുമായിട്ട് മഞ്ഞ നിറത്തിലുള്ള 2 ഉണ്ടകൾ പോലെ കാണാം. അത് അവർ പൂവിൽ നിന്നും ശേഖരിക്കുന്ന പൂമ്പൊടി കാലിൽ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു പരിധി വരെ പൂമ്പൊടി ആയി കഴിയുമ്പോൾ അവരത് തിരിച്ച് കൂടുകളിലേക്ക് തന്നെ കൊണ്ടുപോവുകയും അതിനുശേഷം വീണ്ടും കളക്ട് ചെയ്യാൻ വേണ്ടി തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. നമ്മൾ പാവൽ വളർത്തിയിട്ടുള്ള പന്തലിൽ ധാരാളം പൂക്കളുണ്ട്. അപ്പം രാവിലെ ചെറുതേനീച്ചകൾ വന്ന് ഇതിൽ നിന്ന് പൂമ്പൊടി എടുക്കുന്നത് നമുക്ക് സ്ഥിരമായിട്ട് കാണാം. ചെറുതേനീച്ച മാത്രമല്ല, ചെറുതേനീച്ചകളുണ്ട്, വൻതേനീച്ചകളുണ്ട്, പിന്നെ നമുക്ക് പേരറിയാത്ത ഏതൊക്കെയോ ഈച്ചകളും വന്ന് പൂമ്പൊടി എടുക്കുന്നതായിട്ട് കാണാം. ഇവർ തമ്മിൽ വളരെയധികം കോമ്പറ്റീഷനും ഉണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ 2 പേര് വന്നപ്പോൾ ഉന്തും തള്ളും ഉണ്ടാക്കുന്നതൊക്കെ സ്ഥിരമായിട്ട് കാണാം. വൻതേനീച്ച ഒന്ന് ചത്തതുപോലെ ഇങ്ങനെ കണ്ടു. കാലിലാണെങ്കിൽ നിറയെ പൂമ്പൊടിയുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരു ചിലന്തി, അതായത് പാവൽപ്പൂവിൻ്റെ അതേ നിറമുള്ളൊരു ചിലന്തി അതിലിരുന്ന് പിടിച്ചതാണ്. ഇതൊരു പെൺപൂവാണ്, പെൺമൊട്ട് എന്ന് പറയാം പാവലിൻ്റെ. ഇതൊരു ആൺപൂവും. ഇതിന് താഴെയായിട്ട് കായയില്ല, എന്നാൽ പെൺപൂവിന് താഴെയായിട്ട് കായ രൂപപ്പെടുന്നത് നമുക്ക് കാണാം. ഇതാ പെൺപൂവ് വിരിഞ്ഞ ശേഷമുള്ള സ്ഥിതിയാണ്. ഈ സമയത്താണ് പരാഗണം നടക്കുന്നത്. പരാഗണം നടന്ന ശേഷം പൂവ് കൊഴിഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മളതിൽ കവർ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ കായീച്ച എന്ന് പറഞ്ഞൊരു കീടത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. കായ്കളെ കുത്തി കേടുവരുത്തും. ഇത് അതേ പാവൽ തന്നെ വിളവെടുക്കുകയാണ്. ഓണക്കൂർ പാവൽ എന്ന് പറഞ്ഞൊരു നാടൻ ഇനമാണ് നമ്മൾ കൃഷി ചെയ്തത് ഇവിടെ. ഇത് പയറിൻ്റെ പൂവ് സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തും. 2 മുട്ടുകൾ. അവിടെ നിന്ന് പൂ വിരിഞ്ഞ് ഒരു പൂ കൊഴിയാറാകുമ്പോഴത്തേക്കും പരാഗണം നടന്നിട്ടുണ്ടെങ്കിൽ അകത്ത് ചെറിയ കായ ഡെവലപ്പായി തുടങ്ങിയിട്ടുണ്ടാവും. ഇതുപോലെ ആ കായ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇതുപോലെ നീളം വെച്ച് വള്ളിപ്പയറായിട്ട് മാറുന്ന കാഴ്ചയാണിത്. കുറേ കൂടെ വലുതായിട്ടുണ്ട്. ആദ്യം ഉണ്ടായ കായ നീളം കാണിക്കാം. മീറ്റർ പയറാണ്. അർക്കമംഗള എന്ന് പറഞ്ഞിട്ടുള്ള ഇനമാണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. ഒരു ഹൈബ്രിഡ് ഇനമാണ്. അത്യുൽപാദന ശേഷിയുള്ള ധാരാളം കായ് പിടിക്കുന്ന ഒരു ഇനം കൂടിയാണ്. രോഗങ്ങളും പൊതുവേ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പൊതുവായിട്ട് വരുന്ന അസുഖങ്ങളുണ്ടാവും. ചാഴിയും പേനുമാണ് കേട്ടോ ഏറ്റവും വലിയ ശല്യം. അതിൽ ചാഴീനെ ഒന്നിനെ നമ്മൾ പിടികൂടിയിട്ടുണ്ട്. ഡെയിലി ഇതിനെ പെറുക്കി കൊന്നു കളയാറാണ് പതിവ്.